തറാവീഹ്, ഖിയാമുല്ലൈൽ, തഹജ്ജുദ്, വിത്ർ ഇവയെല്ലാം ഒരേ നമസ്കാരമാണോ? എന്താണ് വ്യത്യാസം? ഇതിൽ മികച്ച രൂപം ഏതാണ്? ഈ തറാവീഹ്, വിത്ർ, ഖിയാമുല്ലൈൽ, തഹജ്ജുദ് ഒക്കെ ഒരേ പേരിൽ വ്യത്യസ്ത പേരുകൾ അറിയപ്പെട്ട ഒരേ നമസ്കാരമാണ്. തറാവീഹ് എന്ന് പറയുന്നത് രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞ ഉടനെ വലിയ പ്രയാസകരമല്ലാത്ത രൂപത്തിൽ, ചുരുങ്ങിയ രൂപത്തിൽ നമസ്കരിക്കുന്ന നമസ്കാരത്തെയാണ് തറാവീഹ്, ഒരു വിശ്രമം എടുത്തുകൊണ്ടുള്ള രൂപത്തിലുള്ള നമസ്കാരം എന്ന് പറയുന്നത്. അത് ഖിയാമുല്ലൈലിന്റെ തുടക്കമാണല്ലോ ഇശ കഴിഞ്ഞ ഉടനെ. അപ്പോൾ രാത്രി നമസ്കാരം തന്നെയാണ്. ഇനി മറ്റൊന്നുള്ളത് തഹജ്ജുദാണ്. തഹജ്ജുദ് എന്നത് രാത്രി ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന നമസ്കാരത്തെയാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. ഖിയാമുല്ലൈൽ തന്നെയാണ്, പക്ഷേ അത് ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ ആ സമയത്തിനനുസരിച്ച് അതിൻ്റെ പേര് വ്യത്യാസപ്പെടുന്നു എന്നതാണ്. പിന്നെ ദീർഘനേരം ഖുർആൻ പാരായണം ചെയ്യലും വളരെ ഭംഗിയായി നമസ്കരിക്കലുമാണ് തഹജ്ജുദിന്റെ രൂപം. അതുകൊണ്ട് തന്നെ മികച്ച രൂപം തഹജ്ജുദാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളിൽ ധാരാളം ആളുകളും നിർവഹിച്ചിരുന്നത് തഹജ്ജുദായിരുന്നു എന്ന് കാണാൻ കഴിയും. റസൂലുള്ള നമസ്കരിച്ച് മാതൃക കാണിച്ചതും തഹജ്ജുദ് നമസ്കാരത്തെയാണ്. ഈ സൗകര്യം ഇല്ല, രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാൻ പ്രയാസമുണ്ട് എന്ന് തോന്നുന്ന ആളുകൾക്ക് ഇശാ നമസ്കാരം കഴിഞ്ഞ ഉടനെ നിർവഹിക്കാവുന്നതാണ്. അതിനെയാണ് നാം സാധാരണയായി തറാവീഹ് എന്ന് പറയാറുള്ളത്. മറ്റൊന്ന് വിത്റാണല്ലോ. വിത്ർ എന്നത് അവസാനം ഒറ്റയായി നമസ്കരിക്കുന്നു എന്നതുകൊണ്ട് അതിന് വിത്ർ എന്ന പേരും വിളിക്കാറുണ്ട് എന്ന് മാത്രമാണുള്ളത്. അപ്പൊ ഈ നമസ്കാരങ്ങളൊക്കെ തന്നെ ഒരേ നമസ്കാരമാണ്, വ്യത്യസ്ത രൂപങ്ങൾ അതിനുണ്ട് എന്നതുകൊണ്ട്. തറാവീഹ് ആണെങ്കിൽ നേരത്തെ നമസ്കരിക്കുന്നതാണ്. ഖിയാമുല്ലൈൽ മൊത്തത്തിൽ ഉപയോഗിക്കുന്നതാണ്. തറാവീഹിനെയും രാത്രി തഹജ്ജുദിനെയും ഒക്കെ ഖിയാമുല്ലൈൽ എന്ന് ഉപയോഗിക്കാം. അവസാനം ഒറ്റയാക്കുന്നത് കൊണ്ട് വിത്ർ എന്ന് പറയുന്നു എന്ന് മാത്രം. അതിലേറ്റവും മികച്ച രൂപം തഹജ്ജുദ് തന്നെയാണ്. ഒറ്റയ്ക്ക് രാത്രി നമസ്കാരം നമസ്കരിക്കുന്നതാണോ ജമാഅത്തായി തറാവീഹ് നമസ്കരിക്കുന്നതാണോ ഉത്തമം? തറാവീഹ് ആയാലും രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന തഹജ്ജുദ് ആയാലും ജമാഅത്തായി നമസ്കരിക്കുന്നത് ആണ് ഉത്തമം എന്നാണ് അതിന് മറുപടിയായി പറയാനുള്ളത്. സഹാബികളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തായാണ് അത് നിർവഹിച്ചത്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു, നാം നേരത്തെ സൂചിപ്പിച്ച പോലെ ഉമർ റളിയല്ലാഹു അൻഹുവും അത് ജമാഅത്തായി സംഘടിപ്പിക്കപ്പെട്ടു. അപ്പൊ ജമാഅത്തായി നമസ്കരിക്കുന്നത് തന്നെയാണ് ശ്രേഷ്ഠകരമായിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അത് പള്ളിയിൽ വെച്ചായാലും വീടുകളിൽ വെച്ചായാലും ജമാഅത്തായി നിർവഹിക്കുമ്പോൾ അതിന് കൂടുതൽ പുണ്യമുണ്ട് എന്നാണ് പ്രവാചകന്റെ ചര്യ നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. ഏത് സമയമാണ് രാത്രി നമസ്കാരത്തിന് ഏറ്റവും ഉത്തമം? ആഖിറുൽ ലൈൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളാണ് രാത്രി നമസ്കാരത്തിന് ഏറ്റവും ഉത്തമം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഖാഫ അല്ലാ യഖൂമ മിൻ ആഖിരിൽ ലൈൽ ഫൽയൂത്തിർ അവ്വലുഹു. അവസാന യാമങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കാൻ കഴിയില്ല എന്ന് ആരെങ്കിലും ഭയപ്പെടുന്നെങ്കിൽ അവൻ അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ വിത്ർ നമസ്കരിക്കട്ടെ. ഒമൻ തമിഅ അൻ യഖൂമ ആഖിറഹു ഫൽയൂത്തിർ ആഖിറൽ ലൈൽ. ഇനി അവസാന ഘട്ടത്തിൽ എഴുന്നേറ്റ് നമസ്കരിക്കാൻ കഴിയും എന്ന് തോന്നുന്നെങ്കിൽ, വിത്ർ നമസ്കരിക്കാൻ കഴിയും എന്ന് തോന്നുന്നെങ്കിൽ അവൻ അവസാന യാമങ്ങളിൽ നമസ്കരിക്കട്ടെ. ഫഇന്ന സ്വലാത്ത ആഖിറിൽ ലൈൽ മഷ്ഹൂദ. അവസാന സമയങ്ങളിലുള്ള രാത്രിയുടെ അന്ത്യയാമങ്ങളിലുള്ള നമസ്കാരം അത് സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ പുണ്യകരമായിട്ടുള്ളത് അതാണ്. വദാലിക അഫ്ളൽ എന്നാണ് പിന്നീട് റസൂലുള്ളാഹി പറഞ്ഞത്. അതാണ് ഏറ്റവും ശ്രേഷ്ഠകരം. ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നമസ്കരിക്കുന്നതാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നമസ്കാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, അതാണ് ഏറ്റവും നല്ല നമസ്കാരം എന്ന് പറഞ്ഞു. രാത്രിയിൽ നമസ്കരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. രാത്രിയുടെ ആദ്യ സമയങ്ങളിൽ ഉറങ്ങുകയും പിന്നീട് എഴുന്നേറ്റ് നമസ്കരിക്കുകയും ചെയ്യുന്നതായിരുന്നു ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നമസ്കാരം. ആ നമസ്കാരം അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ടതാണെന്ന് റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും.